നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഒരു ആർമി ജോബ് ലക്ഷ്യം വെക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതായത് ആർമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷനെ നമുക്ക് ആർമി ഓർഡിനൻസ് കോർപ്സ് എന്ന പേരിൽ അറിയപ്പെടും. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, ആർമിയിലെ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയൽ മൂവ്മെൻറ്റ്, മെറ്റീരിയൽ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് സപ്ലൈസുമായി ബന്ധപ്പെട്ടത്. അത് ഡ്യൂറിങ് വാർ ടൈം ആൻഡ് പീസ്, സമാധാന കാലഘട്ടത്തിലും യുദ്ധ കാലഘട്ടത്തിലും ഒക്കെ ആർമിയുടെ സപ്ലൈസ് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ ഏരിയാസിലും ആവശ്യമുള്ള, ഓരോ ക്യാമ്പുകളിലുമൊക്കെ ആവശ്യമുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക, അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുക, അത് എങ്ങനെ എത്തിക്കാം അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സപ്ലൈ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ഡിവിഷനെയാണ് നമ്മൾ ജനറലി ഈ ആർമി ഓർഡിനൻസ് കോർപ്സ് എന്ന് വിളിക്കുക. അത് ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ സിസ്റ്റം തന്നെയാണ് ഈ ഓർഡിനൻസ് കോർപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഏതാണ്ട് 723 അവസരങ്ങളാണുള്ളത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 10th ഗ്രേഡ് പാസ്സായവർക്ക്, +2 പാസ്സായവർക്ക് മുതൽ ഡിഗ്രിക്കാർക്ക്, ബിടെക്കുകാർക്കൊക്കെയുള്ള അവസരങ്ങൾ ഈ 723 അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർമി ഓർഡിനൻസ് കോർപ്സിൻ്റെ അവസരമാണ് 723 അവസരങ്ങളുണ്ട്. ഇതിൽ 227 ഫയർമാൻ അവസരങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറയുന്ന ഈ 389 അവസരങ്ങളുണ്ട്. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് 27 അവസരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെയാണ് 723 അവസരങ്ങൾ നമുക്ക് ടോട്ടലി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർമിയുടെ ഓരോ ഡെസിഗ്നേഷനുകൾ അല്ലെങ്കിൽ ഓരോ പൊസിഷനുകളിലെ ഓരോ ഗ്രൂപ്പ്സായിട്ട് നമ്മൾ തസ്തികകൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് സി തസ്തികയിലാണ് ഈ അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതിനകത്ത് 91 വേക്കൻസീസ് സൗത്ത് സെക്ടറിലാണ്. അതായത് സൗത്ത് ഇന്ത്യയിലെ ആർമിയുടെ പല ലൊക്കേഷനുകളിലായിട്ടാണ് ഇതിനകത്ത് 91 വേക്കൻസീസ് വരുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലുള്ള പല ലൊക്കേഷനുകളിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാനുള്ളൊരു സാധ്യത കൂടി ഇതിലുണ്ട്. അതിനെ നമുക്കൊന്നും അഷ്വർ ചെയ്യാൻ പറ്റില്ല, എങ്കിൽ പോലും അതിനുള്ളൊരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ അവസരങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഞാൻ വെബ്സൈറ്റ് ലിങ്ക് ഇടാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ഏത് ഓപ്പർച്യൂണിറ്റി ആണോ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ ഉണ്ട്. അതിൽ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇതിനോടൊപ്പം ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് 29,200 മുതൽ ഏതാണ്ട് 92,000 വരെ പേ സ്കെയിൽ വരുന്ന ഒരു നല്ല അവസരം തന്നെയാണ്. 18-നും 27-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. മറ്റൊരു ഓപ്പർച്യൂണിറ്റി, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. +2 ആണ് ഇതിന് യോഗ്യത വേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഒരു 35 വേർഡ്സ് ഇംഗ്ലീഷിൽ പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പിംഗ് സ്പീഡ് വേണം. അതുപോലെ ഹിന്ദി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. അത് ഒരു 30 വേർഡ്സ് ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം 1 മിനിറ്റിൽ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒരു +2 സ്റ്റുഡൻറ്റുമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്കും, ഈ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫയർമാൻ, ട്രേഡ്സ്മാൻ മേറ്റ്, അല്ലെങ്കിൽ ടെലി ഓപ്പറേറ്റർ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേയധികം അവസരങ്ങൾ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ നോട്ടിഫിക്കേഷൻ നോക്കി എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ അവസരങ്ങൾക്കും ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ അതിൽ ക്ലിയർ ചെയ്യുന്നവർക്ക് ഒരു റിട്ടൺ ടെസ്റ്റും ഉണ്ടാവും. പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞാൽ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് +2 ആണ്. അപ്പോൾ +2 കാൻഡിഡേറ്റ് ആണെങ്കിൽ 35 വേർഡ്സ് 1 മിനിറ്റിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ട് ഇംഗ്ലീഷിൽ, 30 വേർഡ്സ് ഹിന്ദിയിലും. അത് ഒരു ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് വെച്ചായിരിക്കും നിങ്ങളെ അതിൽ ഒന്ന് സ്ക്രീൻ ചെയ്യുക. അതിൽ നിങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. അതൊരു കോമൺ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ അരിത്മെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ലോജിക്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കോമൺ അഭിരുചി പരീക്ഷകൾ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള ഒരു മോഡലിലുള്ള അഭിരുചി പരീക്ഷയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കൂടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറാകുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് തന്നെയാണ്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആ ലിങ്കിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കണ്ട നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്നത്, ഏറ്റവും എലിജിബിലിറ്റി നിങ്ങൾക്കുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസംബർ 20 ആണ്. അപ്പോൾ ഡിസംബർ 20-നുള്ളിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു സ്വപ്നം ഒരു ആർമി ജോബാണ് എങ്കിൽ, അതുപോലെ ആർമി ഓർഡിനൻസ് കോർപ്സ് പോലുള്ള ഒരു ഡിവിഷനിൽ നിങ്ങൾക്ക് ജോലി
ചെയ്യാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു സുവർണ്ണ അവസരമാണ്. ഇതിനുവേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഡെസിഗ്നേഷനുകളെല്ലാം ഒന്ന് പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് അതൊന്ന് ഗ്രാബ് ചെയ്യാനായി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും 2 അതിലധികമോ വീഡിയോസ് ഞാൻ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ടെക്നിക്കൽ അപ്ഗ്രേഡുമായി, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. അതൊക്കെ ഒന്ന് ഉപകാരപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.